ലോകോത്തര നിലവാരമുള്ള ട്രെയിനുകൾ ഇന്ത്യയിലെത്തുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട വന്ദേ ഭാരത് ട്രെയിനുകൾ നമ്മുടെ കൊച്ചു കേരളത്തിലും ഓടിത്തുടങ്ങുമ്പോൾ റെയിൽവേയുമായി നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പെന്നി സ്റ്റോക്ക് ഇന്ന് വലിയൊരു സ്റ്റോക്കായി മാറുകയാണ്. പറഞ്ഞു വരുന്നത് റെയിൽ വികാസ് നിഗം ലിമിറ്റഡിനെ കുറിച്ചാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഈ ഒരു കമ്പനി ഏകദേശം 28-30 രൂപയിൽ ഓടിക്കൊണ്ടിരുന്ന സ്റ്റോക്കായിരുന്നു. പിന്നീട് വന്ദേ ഭാരതിൻ്റെ അനൗൺസ്മെൻറ്റോടുകൂടി ഒരൊറ്റ കുതിപ്പോടുകൂടി ഇതിപ്പോൾ 110 രൂപയോളം എത്തി നിൽക്കുകയാണ്. ഇതിനൊരു ബ്രേക്ക്ഔട്ട് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 84-85 റുപ്പീസ് ആയിരുന്നു. അതൊരു ബ്രേക്ക്ഔട്ട് ലെവൽ അല്ലെങ്കിൽ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ബ്രേക്ക്ഔട്ടിന് വേണ്ടിയിട്ട് കാത്തിരുന്നത്. പക്ഷേ കേരളത്തിൽ ഇന്നലെ വന്ദേ ഭാരത് ഉദ്ഘാടനം ചെയ്തതോടുകൂടി ആ ബ്രേക്ക്ഔട്ട് ലെവൽ ഒറ്റയടിക്ക് ഏകദേശം 25% ഒരു ഹൈപ്പാണ് ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ളത്. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ 84 റുപ്പീസ് ആയിരുന്നു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ ഒരു ബ്രേക്ക്ഔട്ടിന് വേണ്ടി ഞാൻ കാത്തിരുന്നതാണ്. ഈ സ്റ്റോക്കിൻ്റെ ഒരു മൂവ്മെൻറ്റ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. വളരെ ചെറിയ 1 രൂപ 1.5 രൂപയൊക്കെ മൂവ് ചെയ്യുന്ന ആ ഒരു സ്റ്റോക്ക് അപ്പോൾ ഏകദേശം ഏപ്രിൽ 21, അതായത് ഈ 3-4 ദിവസം മുമ്പ് അത് ഒരു 80 രൂപ 80 അപ്പോൾ 84 രൂപ ക്രോസ് ചെയ്യുമ്പോൾ അത് ഒരു എൻട്രി എടുക്കാം എന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ ഒറ്റ ദിവസത്തിൽ ഏപ്രിൽ 24 മിനിഞ്ഞാന്ന് അത് നമ്മുടെ 84 റുപ്പീസ് കടന്നങ്ങ് പോയി. ഇന്നലെ വീണ്ടും അത് വലിയൊരു ക്യാൻഡിൽ ഉണ്ടായിട്ട് ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ലൈനിനെ ടെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി കൃത്യമായ ഇതിപ്പോൾ പെന്നി സ്റ്റോക്ക് ആയിരുന്നു. കാരണം ഞാൻ മുമ്പ് 2022 ഓഗസ്റ്റ് ആ സമയത്ത് 2021 ഓഗസ്റ്റ് സമയത്ത് ഇത് 27 രൂപയിൽ എൻട്രി എടുത്തിട്ട് അതായത് 50% പ്രോഫിറ്റ് എടുത്തൊരു സ്റ്റോക്കാണ്. 40 രൂപ 50 പൈസയിലാണ് ഞാനത് എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഞാൻ സ്ഥിരമായി കാരണം ഡിവിഡൻഡ് കൊടുക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഇയർലി 2% ഒക്കെ ഡിവിഡൻഡ് അതിൽ വരുന്നുണ്ട്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്റ്റോക്കാണ്, റെയിൽവേ ആയിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 111 രൂപയിൽ ഞാനൊരു എൻട്രി പ്ലാൻ ചെയ്തിട്ട് കാത്തിരിക്കുകയാണ്. 111 രൂപ എന്നുള്ളത് അതിൻ്റെ ഒരു സൂപ്പർ റെസിസ്റ്റൻസ് ആണ്. സോ ഇന്ന് ഏപ്രിൽ 26 അതിൻ്റെ റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതിൻ്റെ മുകളിൽ പോയിട്ട് 112-113 രൂപ വരെ പോയിട്ട് തിരിച്ചിറങ്ങി വന്നിട്ടുണ്ട്. സോ ഇത് ഇവിടുന്ന് റിവേഴ്സൽ ആണെങ്കിൽ 84 റുപ്പീസിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ 84 റുപ്പീസിൽ ഞാൻ എൻട്രി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നാളെ മാർക്കറ്റ് ചെക്ക് ചെയ്തിട്ട് 111 രൂപയിൽ എൻട്രി എടുക്കാം. 111 രൂപയുടെ മുകളിൽ വരുന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കാം എന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. സോ തീർച്ചയായിട്ടും ഇനി നമ്മുടെ നാട്ടിൽ ട്രെയിനിൽ ഒരു ട്രെയിൻ രീതി ഇതുവരെയും എന്താ പറയുക നിലവിളിച്ച് ഓടിക്കൊണ്ടിരുന്ന ട്രെയിൻ ഇപ്പോൾ കുതിച്ചോടുകയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു മുന്നേറ്റത്തിൽ നമുക്കും കൂടി ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് RVNL എന്ന ഈ ഒരു സ്റ്റോക്ക്. ഇന്ന് അതിൻ്റെ പ്രൈസ് 114 രൂപ 103 രൂപയിലാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. പക്ഷേ എൻട്രി ഞാൻ പ്രതീക്ഷിക്കുന്നത് 111 രൂപയിലാണ്. എന്തായാലും നിങ്ങൾക്ക് എൻട്രി എടുക്കാനുള്ള ഒരു എന്താ പറയുക ഫിനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് ഇതിനെ കരുതരുത്. ഞാനിങ്ങനെ ഒരു സ്റ്റോക്ക് ഉണ്ട് എന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നു. എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ സ്വയം പഠിച്ച് അവലോകനം ചെയ്ത് എൻട്രിക്ക് സാധ്യമാണെങ്കിൽ എൻട്രി എടുത്തോളുക. അല്ലെങ്കിൽ നിങ്ങളൊരു ഫിനാൻഷ്യൽ അഡ്വൈസറിൻ്റെ സഹായം തേടി അയാളുടെ ഉപദേശം അനുസരിച്ച് എൻട്രി എടുക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനം എടുക്കുക. എന്തായാലും ഇവിടെ ഒരു സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് ആരംഭിക്കുന്നതിന് മുൻപേ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ജോയിൻ ചെയ്യുന്ന ഓരോ 100 പേരിൽ നിന്നും ഓരോരുത്തരെ വിന്നറായി സെലക്ട് ചെയ്തിട്ട് അവർക്ക് 2000 രൂപ വാല്യൂ ഉള്ള ഒരു സമ്മാനമാണ് നൽകുന്നത്. അതായത് ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിൽ ഒരു മാസത്തേക്കുള്ള പ്രീമിയം മെമ്പർഷിപ്പ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓരോ 100 പേരും ജോയിൻ ചെയ്യുമ്പോഴും ഒരാളെ വിന്നറായിട്ട് സെലക്ട് ചെയ്യും. ഇപ്പോൾ 100 മെമ്പേഴ്സ് ആയി കഴിഞ്ഞപ്പോൾ ആദ്യത്തെ നറുക്കെടുപ്പ് ഞങ്ങൾ നടത്തിയ പ്രകാരം പ്രദീപാണ് വിന്നറായി വന്നിരിക്കുന്നത്. പ്രദീപ് EP. ഓക്കെ, കൺഗ്രാജുലേഷൻസ് പ്രദീപ്. അപ്പോൾ പ്രദീപിനെ ഓൾറെഡി ഇൻഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രദീപിന് ഒരു മാസത്തേക്കുള്ള പ്രീമിയം മെമ്പർഷിപ്പ് ഫ്രീ ആയിട്ട് കിട്ടും. നിങ്ങൾ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്യുക. എത്രയും പെട്ടെന്ന് 100 മെമ്പേഴ്സ്, അതായത് ഇപ്പോൾ 100 പേരായി, ഇനി 200 ആൾക്കാർ തികയുമ്പോൾ നമ്മൾ അടുത്ത നറുക്കെടുപ്പ് നടത്തും. അപ്പോൾ അതിലൂടെ ഒരാൾക്ക് വിന്നറായിട്ട് പോകും. അപ്പോൾ എത്ര പേര് ജോയിൻ ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച്
വിജയിക്കാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രീമിയം മെമ്പർഷിപ്പ് ഫ്രീ ആയിട്ട് കിട്ടണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ദയവായിട്ട് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടി ജോയിൻ ചെയ്യിപ്പിക്കുക. ടെലിഗ്രാം ഗ്രൂപ്പാണ്, ഫ്രീ ഗ്രൂപ്പാണ്. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് പോകാം. സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം പതിവ് പോലെ ഞാൻ റഷീദ് തായ്ലാർ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾ ഈ ചാനൽ മുൻപ് സബ്സ്ക്രൈബ് ചെയ്ത ആളാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് ഡാറ്റയിലേക്ക് കിടക്കാം. അത് പറയുന്നതിന് മുമ്പ് നമുക്ക് ഇന്നത്തെ നാളെ വരാൻ പോകുന്ന റിസൾട്ടുകളിൽ ഏതൊക്കെ കമ്പനിയുടെ എന്ന് നോക്കാം. ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ആക്സിസ് ബാങ്ക്, ബജാജ് ഫിൻസർവ്, വിപ്രോ, LTI, മൈൻട്രി, ടെക് മഹീന്ദ്ര, ബജാജ് ഹോൾഡിങ്സ്, ശ്രീറാം ഫിനാൻസ്, ട്രെൻഡ് ലിമിറ്റഡ്, ഇന്ത്യൻ ഹോട്ടൽസ്, എംഫസിസ്, ACC ലിമിറ്റഡ്, കോഫോജ്, ലോറസ് ലാബ്സ്, അൽത്യ ബിർള, സൺ ലൈഫ്, AMC, മോത്തിലാൽ ഒസ്വാൾ ഫിനാൻഷ്യൽ സർവീസസ്, വെൽസ്പൺ, ഉഷ മാർട്ടിൻ, ഗ്ലെൻമാർക്ക്, സൂര്യ റോഷ്നി, ചെന്നൈ പെട്രോളിയം, കിർലോസ്കർ ന്യൂമാറ്റിക് കമ്പനി, ടിൻ പ്ലേറ്റ് കമ്പനി ഓഫ് ഇന്ത്യ, ഗേറ്റ്വേ ഡിസ്ട്രിക്ട് പാർക്സ്. ഇതൊക്കെ പെന്നി സ്റ്റോക്ക് കാറ്റഗറിയിൽ 64 രൂപ മാത്രമാണ് ഈ ഗേറ്റ് വേ ഒക്കെ ഉള്ള. ആപ്കോടെക്സ് എന്ന് പറഞ്ഞൊരു ആപ്കോടെക്സ് ഇതാണ്. കേവൽ കിരൺ, ഇത് ക്ലോത്തിങ് കമ്പനിയാണ്, 453 രൂപ പ്രൈസ് ഉള്ളതാണ്. ലോയിഡ് സ്റ്റീൽസ്, അഗ്രോടെക്, സ്വരാജ് എൻജിൻസ്, ദ്വരക്കേഷ് ഷുഗർ. തീർച്ചയായും ഈ ഷുഗർ ഇത് 36 രൂപയിലാണ് ഇതിൽ ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 94 രൂപയാണ്. പക്ഷേ ഇതിൽ എൻട്രി ഞാനൊരു 40%, 30% പ്രോഫിറ്റിൽ ഞാൻ എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നു. വധുമാൻ സ്പെഷ്യൽ, സോം ഡിസ്ലറീസ്, ശ്രീ ഗ്ലോബൽ ട്രേഡ് ഫിൻ, ശ്രീ ദിഗ്വിജയ്, ഓം ഇൻഫ്ര, അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്. ഇതെല്ലാം ചെറിയ, പിന്നെ നമ്മൾക്ക് അറിയാവുന്ന ഒരു കമ്പനി വീഡിയോക്കാണാണ്. വീഡിയോക്കോൺ സത്യം പറഞ്ഞാൽ ചാർട്ട് പോലും അവൈലബിൾ, അത് ഡിലീറ്റ് ആയോ എന്ന് എനിക്കറിയില്ല. വീഡിയോക്കോണിൻ്റെ റിസൾട്ടിൻ്റെ ഡേറ്റ് നാളെയാണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി കമ്പനികളുടെ, അപ്പോൾ പ്രധാനപ്പെട്ട കമ്പനികളൊക്കെ ഞാനിപ്പോൾ ഓൾറെഡി വായിച്ചു കഴിഞ്ഞു. അപ്പോൾ 27-ാം തീയതി വരുന്നതിൽ പ്രധാനപ്പെട്ട കമ്പനി എന്ന് പറയുന്നത് ടെക് മഹീന്ദ്ര, LT മൈൻട്രി, വിപ്രോ, ബജാജ് ഫിൻസർവീസ്, ആക്സിസ് ബാങ്ക്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ. ഇതൊക്കെയാണ് നാളെ റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ. ഇനി നമ്മുടെ ഇന്നത്തെ മാർക്കറ്റ് ഡാറ്റ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ അവസാനിച്ച് 17,769 നിന്നും 2 പോയിന്റ് ഗ്യാപ്പ് ഡൗണിൽ 17,767 ഇന്ന് ആരംഭിച്ചത്. 17,827 ഡേ ഹൈയും 17,711 ഡേ ലോയും വന്നതുവഴി 116 പോയിന്റ്, അഥവാ 0.66% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് ഇന്ന് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 17,767 നിന്നും 46 പോയിന്റ് ലാഭത്തോടു കൂടി 17,813 ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലെ അവസാനിച്ചത് 17,769, അവിടെ നിന്ന് 813. എന്തായാലും ഇന്നലത്തെ ക്ലോസിംഗ് മുതൽ ഇന്നേക്ക് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു പ്രോഫിറ്റിൽ തന്നെയാണ്. ഏകദേശം 44 പോയിന്റോളം പ്രോഫിറ്റിലാണ് ഇന്ന് അവസാനിച്ചിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 42,678 നിന്ന് 119 പോയിന്റ് ഗ്യാപ്പ് ഡൗണോടുകൂടി 42,559 ഇന്ന് ആരംഭിച്ചത്. 42,875 ഡേ ഹൈയും 42,432 ഡേ ലോയും വന്നതുവഴി 443 പോയിന്റിൻ്റെ ഇൻട്രാഡേ മൂവ്മെൻറ്റ്, അഥവാ 1%, 1.04% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 42,559 നിന്നും 270 പോയിന്റ് ലാഭത്തോടു കൂടി 42,829 മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ 42,678 അവിടെ നിന്ന് ഏകദേശം 160 പോയിന്റിൻ്റെ ലാഭത്തോടു കൂടിയാണ് ഇന്ന് അവസാനിച്ച മാർക്കറ്റ് മുകളിലോട്ട് തന്നെയാണ് നീങ്ങിയിരിക്കുന്നത്. ഇനി ഫിൻ നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 18,961 നിന്നും 33 പോയിന്റ് ഗ്യാപ്പ് ഡൗണോടുകൂടി 18,929 ഇന്ന് ആരംഭിച്ചത്. 19,024 ഡേ ഹൈയും 18,859 ഡേ ലോയും വന്നതുവഴി 164 പോയിന്റിന് ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ്, അഥവാ 0.87% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 18,929 നിന്നും 73 പോയിന്റ് ലാഭത്തോടു കൂടി 19,003 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലെ മാർക്കറ്റ് അവസാനിച്ചത് 18,961, ഇന്ന് 19,003, 39 പോയിന്റ് അല്ലെങ്കിൽ 38 പോയിന്റോളം 42 പോയിന്റോളം ഉള്ള ഒരു ലാഭമാണ് ഇന്നലെ തൊട്ട് ഇന്ന് വരെ മാർക്കറ്റിൽ കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള എല്ലാ ഇൻഡെക്സും അപ്പം ഒരു ലാഭത്തോടു കൂടിയാണ് അവസാനിച്ചിരിക്കുന്നത്. ഇന്ത്യ വിക്സ് ദ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 11.52 ആരംഭിച്ചത്. 11.9 ഡേ ഹൈയും 11.3 ഡേ ലോയും വന്നു.
അത് പ്രകാരം 1.13% വൊളാറ്റിലിറ്റി വർദ്ധിച്ചുകൊണ്ട് 11.65 ഇന്ന് വൊളാറ്റിലിറ്റി ഇൻഡെക്സ് അവസാനിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ പവർ ഗ്രിഡ് 2.62% പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു സ്റ്റോക്ക് മാത്രമാണ് 2% കൂടുതൽ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കിയ സ്റ്റോക്ക്. ബാക്കിയുള്ളതെല്ലാം തന്നെ അതിൽ കുറവാണ് മൂവ്മെൻറ്റ് ഉണ്ടായത്. ശ്രീറാം ഫിനാൻസ്, AU ബാങ്ക്, ആസ്റ്റർ DM ഈ 3 സ്റ്റോക്കുകളും 2% കൂടുതൽ നഷ്ടം ഉണ്ടാക്കിയ സ്റ്റോക്കുകളാണ്. മൊത്തത്തിൽ 4 സ്റ്റോക്കുകൾ മാത്രമാണ് ഈ ഒരു സ്ക്രീനർ നമുക്ക് കാണിച്ചു തരുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 7,814 കോടിയുടെ ബൈയിങ്ങും 6,556 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 1,258 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് മാർക്കറ്റിൽ അനുഭവപ്പെട്ടത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 5,220 കോടിയുടെ ബൈയിങ്ങും 5,448 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 228 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ അനുഭവപ്പെട്ടത്. രണ്ടും കൂടി നോക്കുകയാണെങ്കിൽ 1,030 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് മാർക്കറ്റിൽ ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് 2,717 രൂപയുടെ അഥവാ 2.7% ഇൻട്രാഡേ പ്രോഫിറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് പ്രകാരം നോക്കുകയാണെങ്കിൽ 110 ട്രേഡിൽ നിന്നും 1,91,841 രൂപയുടെ പ്രോഫിറ്റാണ് ഈ 26-ാം തീയതി വന്ന് എത്തി നിൽക്കുമ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ലെവൽസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് ആരംഭിച്ചത് ബ്രേക്ക്ഔട്ട് ലെവലിലാണ്, അതായത് നോ ട്രേഡ് സോണിൻ്റെ ഇടയിലാണ് ഇന്ന് ആരംഭിച്ചത്. അവിടെ നിന്ന് ബ്രേക്ക് ഡൗൺ ലെവലിനെ കട്ട് ചെയ്ത് താഴോട്ട് വന്ന് യെസ്റ്റർഡേ ഹൈ അഥവാ 17,716 സപ്പോർട്ട് എടുക്കുകയും തിരിച്ച് ബ്രേക്ക് ഡൗൺ ലെവലും കടന്ന് ബ്രേക്ക്ഔട്ട് ലെവൽ കട്ട് ചെയ്ത് മുകളിലോട്ട് പോകുമ്പോൾ ഒരു കോൾ ഓപ്ഷനിലേക്ക് എൻട്രിക്ക് ഒരു സാധ്യത ഉണ്ടായിരുന്നത് 17,773 ഒരു കോൾ ഓപ്ഷൻ എടുത്തവർക്ക് യെസ്റ്റർഡേ ഹൈ ടച്ച് ചെയ്ത് വീണ്ടും ഒരു പുൾ ബാക്ക് എടുത്തിട്ട് അതിനെ കട്ട് ചെയ്ത് മുകളിലോട്ട് പോയി 17,834 മാർക്കറ്റ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിനു മുമ്പ് മാർക്കറ്റിൻ്റെ സമയം അവസാനിച്ചിട്ട് അന്ന് ട്രേഡിംഗ് അവസാനിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കാര്യമായ ഒരു മൂവ്മെൻ്റ് ഒന്നും കിട്ടിയില്ല എങ്കിലും ചെറിയ പ്രോഫിറ്റിലുള്ള മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് ആരംഭിച്ചത് യെസ്റ്റർഡേ ലോയുടെ താഴെയായിട്ടാണ്. അവിടെ നിന്ന് നേരെ താഴോട്ട് വന്നിട്ട് ഇന്ന് ലോ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന 42,419 സപ്പോർട്ട് എടുക്കുകയും തിരിച്ച് R2 എന്ന് പറഞ്ഞാൽ 42,507 ക്രോസ് ചെയ്തിട്ട് R1 പോവുകയും അതായത് 42,606 പോയിട്ട് അവിടെ നിന്ന് നേരെ നോ ട്രേഡ് സോണിൽ പോയിട്ട് ഒരു റേഞ്ച് ബോണ്ടായിട്ട് മൂവ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. ഇവിടുന്ന് ആഫ്റ്റർനൂൺ സെഷനിൽ ഇവിടുന്ന് 42,734 നിന്നും തുടങ്ങിയ ഒരു യാത്ര 42,865 വരെയും പോകുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അതായത് R1 വരെയും പോയി ഒരു സിംഗിൾ മൂവ്മെൻറ്റ് ചെറിയ പ്രോഫിറ്റിനുള്ള മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു മൂവ്മെൻറ്റുള്ള ഒരു പ്രത്യേക പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ ശ്രമിക്കുമ്പോഴത്തേനും അത് പുൾ ബാക്ക് വന്നിട്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ മൂവ്മെൻറ്റ് കണ്ടാൽ അറിയും. ഇതിനകത്ത് എവിടെ നിന്ന് എൻട്രി എടുത്താലും ഒരു സ്റ്റോപ്പ് ലോസ് മൂവ് ചെയ്യുമ്പോഴത്തേനും അത് വന്നിട്ട് ഹിറ്റ് ആവുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ട്രേഡായിരുന്നു. അതാണ് ഞങ്ങളുടെ പ്രോഫിറ്റിൻ്റെ ഒരു സ്കെയിൽ കുറയാനുള്ള ഒരു പ്രധാന കാരണം. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് S1-ലാണ്, അതായത് യെസ്റ്റർഡേ ലോയിലാണ് ഇന്ന് ഓപ്പൺ ആയത്. അവിടുന്ന് അതായത് 18,934 ഓപ്പൺ ആയിട്ട് താഴോട്ട് വന്നു 18,872, അതായത് S2-ൽ വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് കയറിയിട്ട് പിന്നെ നോ ട്രേഡ് സോൺ അഥവാ 18,997 കടന്ന് 19,000 കടന്ന് അവിടെ അവസാനിച്ചിരിക്കുകയാണ്. എന്തായാലും ഒരു പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ് തന്നെയാണ് ഇത് കാണിക്കുന്നത്. ഇനി നമുക്ക് ട്രെൻഡ് പാറ്റേൺസ് നോക്കാം. നിഫ്റ്റിയിൽ ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ ഒരു രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രീതി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് വന്നു, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ഒരു പുൾ ബാക്ക് എടുത്തു, സപ്പോർട്ട് എടുത്ത് ഇനി മുകളിലോട്ട് പോകണം. ഇതാണ് ഇതുവരെയും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. അപ്പോൾ ഇന്ന് നമ്മൾ ഇതുവരെ നോക്കിയ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അതായത് ഇപ്പം ഒരു പ്രീവിയസ് സ്വിങ് ഹൈ വന്നിരിക്കുന്നത് 17,830 എന്ന നമ്മളെ മന്ത്ലി റാസ് ലെവൽസിനെ കട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് പുൾ ബാക്ക് എടുത്തിട്ട് 17,599 വന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് കയറുകയാണ്. അപ്പോൾ ഈ മാസത്തെ ഹൈ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഈ മഞ്ഞ വര 17,796 ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ താഴെയാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. എന്നാൽ ഇന്ന് പൂർവാധികം ശക്തിയോടുകൂടി മാർക്കറ്റ് നല്ല ഒരു അപ്പ് മൂവ്മെൻറ്റ് കാഴ്ചവെക്കുകയും 17,796 സക്സസ്ഫുള്ളായി ക്രോസ് ചെയ്തിട്ട് 17,830 എന്ന മന്ത്ലി ടാർഗറ്റിൽ, അതായത് സെക്കൻഡ് ടാർഗറ്റ് ടെസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇനി നാളത്തെ കാര്യം നോക്കുകയാണെങ്കിൽ നാളത്തേക്ക് 2 സാധ്യതകളാണുള്ളത്. മോസ്റ്റ് പ്രോബബ്ലി നാളെ 17,830 എന്ന ഈ സെക്കൻഡ് ടാർഗറ്റിൻ്റെ മുകളിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ വരാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. ഇൻ കേസ്
കേസ് ആ ഒരു പ്ലാൻ എ പരാജയപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ എൻഗൾഫിംഗ് ആയ ഒരു റെഡ് ക്യാൻഡിൽ വന്നിട്ട് മാർക്കറ്റ് താഴോട്ട് പോകുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണേണ്ടി വരും. ഈ എൻ്റെ മനസ്സിലുള്ള ഒരു 99% മാർക്കറ്റ് 17,830 എന്ന നമ്മുടെ ഈ R2-വിനെ അല്ലെങ്കിൽ ലെവൽ 2-വിനെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ഗ്യാപ്പപ്പിലൂടെ നാളെ 17,863 മുകളിൽ ഒരു ക്ലോസിങ് തരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മാർക്കറ്റാണ് പലപ്പോഴും പ്രവചനങ്ങൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലാൻ ബി എന്ന് പറയുന്നത് എൻഗൾഫിംഗ് ആയിട്ട് ഒരു റെഡ് ക്യാൻഡിൽ വന്ന് മാർക്കറ്റ് ഒരു പുൾ ബാക്ക് ഒന്നുകൂടി എടുക്കുന്ന ഒരു കാഴ്ച, അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷനിൽ പോകുന്നത്, ഇതിനെ എൻഗൾഫ് ചെയ്യുന്ന രീതിയിൽ മറ്റൊരു ക്യാൻഡിൽ വരുന്ന ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. സ്വാഭാവികമായിട്ടും നാളത്തെ മാർക്കറ്റ് നാളെ തന്നെ നമുക്ക് കണ്ടറിയാൻ പറ്റുള്ളൂ. സോ നാളെ എക്സ്പയറി ദിവസം കൂടിയാണ്, അപ്പോൾ നാളത്തേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഓൾമോസ്റ്റ് ഒരു ബുള്ളിഷ് കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെ 17,406 ടെസ്റ്റ് ചെയ്തിട്ട് പുൾ ബാക്ക് എടുത്തിട്ട് 42,406 ടെസ്റ്റ് ചെയ്തു, പുൾ ബാക്ക് വന്നു. 42,000 സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി 42,406 കട്ട് ചെയ്തിട്ട് അതിൻ്റെ നെക്സ്റ്റ് ടാർഗറ്റായ 42,808 ഇന്ന് ക്രോസ് ചെയ്ത് അതിൻ്റെ മുകളിൽ ക്ലോസിങ് തന്നിട്ടുണ്ട്. സോ നമ്മുടെ മുന്നിൽ ഇനി മറ്റൊന്നും ചിന്തിക്കാനില്ല, 43,210 എന്ന നെക്സ്റ്റ് ടാർഗറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഈ മാസം തീരാൻ നമുക്ക് ഏതാനും ദിവസങ്ങൾ, ഇന്ന് 26-ാം തീയതി ആയിട്ടുണ്ട്. സോ 3-4 ദിവസങ്ങൾ കൊണ്ട് നമുക്ക് 43,210 മുകളിൽ മാർക്കറ്റ് ഒരു ക്ലോസിങ് തരും എന്ന് തന്നെ പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഉള്ള ഒരു പാറ്റേൺ ഈ രീതിയിലാണ്, അത് ഓൾമോസ്റ്റ് ആ രീതിയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നാളത്തെ കാര്യം നോക്കുകയാണെങ്കിൽ നാളെ നമുക്ക് എന്തായാലും രണ്ട് രീതിയിലും മാർക്കറ്റിനെ പ്രിഡിക്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും സുരക്ഷിതമാവുക. 99% സാധ്യതയുള്ളത്, കാരണം ഇന്നത്തെ ക്യാൻഡിൽ ശ്രദ്ധിച്ചറിയാം, മുകളിൽ അപ്പർ വിക്ക് എന്ന് പറയുന്ന ഒരു സംഭവമില്ല, മുകളിൽ പ്രൈസ് റിജക്ഷൻ വന്നിട്ടില്ല. സോ നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വരാനാണ് 99% സാധ്യത. പക്ഷേ പ്ലാൻ എ പൊളിഞ്ഞാൽ, പ്ലാൻ എ വർക്കൗട്ട് ആയില്ലെങ്കിൽ 42,808 താഴെ ഒരു എൻഗൾഫിംഗ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലായിരിക്കും നാളെ വരിക. അതായത് ഇവിടെ നിന്ന് താഴോട്ട് എൻഗൾഫിംഗ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലായിരിക്കും നാളെ വരിക. ഈ രണ്ട് സാധ്യതകളാണ് നമുക്ക് നമ്മുടെ മുന്നിലുള്ളത്. സോ നാളത്തെ മാർക്കറ്റ് നമുക്ക് നാളെ നോക്കാം. ഇനി ഫിൻ നിഫ്റ്റി നമുക്ക് വലിയ രീതിയിൽ അവലോകനം ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇല്ല, എങ്കിൽ കൂടി ഫിൻ നിഫ്റ്റി ഒരു കൺസോൾട്ടേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. മറ്റും ബാങ്ക് നിഫ്റ്റിയോ അല്ലെങ്കിൽ നിഫ്റ്റിയോ പോലെയല്ല. ഇത് ഇവിടുന്ന് വന്നു ഇവിടെ വന്നിട്ട് റീടെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് അത് പൊങ്ങിപ്പോയില്ല. അതായത് ഫസ്റ്റ് ടെസ്റ്റ് ചെയ്തത് 18,978 ഇവിടെ 78 ടെസ്റ്റ് ചെയ്തു, പുൾ ബാക്ക് എടുത്തു, 17,772 സപ്പോർട്ട് എടുത്തു, തിരിച്ച് കയറിപ്പോയിട്ട് 18,978 മാർക്കറ്റ് കുടുങ്ങി കിടക്കുകയാണ്. ഇന്ന് അത് ബ്രേക്ക് ചെയ്ത് മുകളിലാണ് ക്ലോസിങ് കിട്ടിയതെങ്കിൽ കൂടി നാളെ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ഗ്രീൻ ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് ബുള്ളിഷാണ് എന്ന് നമുക്ക് പറയാം. എന്തായാലും പുതിയ അപ്ഡേറ്റ്സുമായിട്ട്, പുതിയ വിശേഷങ്ങളുമായിട്ട് നാളെ കണ്ടുമുട്ടാം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്.